ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3 പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഹെയർ നല്ല തിക്നെസ് ഉള്ള ഹെയറാണ്. ഒരുപാട് ലെങ്ത് ഇല്ല, എന്നാൽ അത്യാവശ്യം ലെങ്തും ഉണ്ട്. നമ്മൾ ലെങ്ത് കുറയ്ക്കാതാണ് ഹെയർ ചെയ്തിരിക്കുന്നത്. കേൾസും ഉള്ള ഹെയറാണ്. അപ്പോൾ ലെങ്ത് കുറയ്ക്കാതെ നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. ഹെയർ കളറൊക്കെ ചെയ്താൽ അത് ഡാമേജ് ആയിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്കും നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് അധികം വരുമല്ലോ. ഇപ്പോൾ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് അധികം കാണും, അത് ഫുള്ള് ഹെയറിലോട്ട് അങ്ങ് തേക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. നമുക്ക് 1 മാസം ഇരിക്കുമ്പോൾ നമ്മുടെ ഹെയർ കിളിക്കുന്നത് 1 ഇഞ്ച് നീളമാണ് വെക്കുന്നത്. അപ്പോൾ ഗ്രേ ഹെയർ വരുന്നത് 1 ഇഞ്ച് നീളമാണ് വരുന്നെങ്കിലും അപ്പോൾ നമ്മൾ ഒരു 15-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് 1/4 ഇഞ്ച് നീളമൊക്കെ വരും. അങ്ങനെ വരുവാണെങ്കിൽ പോലും നമ്മൾ ആ സ്കാൽപ്പിൽ കിളിർത്ത് വന്നിരിക്കുന്ന ഭാഗത്ത് മാത്രം, ആ വൈറ്റുള്ളിടത്ത് മാത്രം, സ്കാൽപ്പിൽ മാത്രം കളർ കൊടുക്കുക. എന്നിട്ട് മുടിയിലോട്ട് താഴോട്ട് നമ്മൾ ആ ഹെയർ കളർ ചെയ്യരുത്. ലോറിയലാണേലും ഗാർഡനർ ആണെങ്കിലും മാട്രിക്സ് ആണെങ്കിലും ഏത് കളറാണെങ്കിലും നമ്മൾക്ക് ഹെയറിലോട്ട് എല്ലാ ആഴ്ചയും ചെയ്യുന്ന നമ്മുടെ ഹെയർ ചീത്തയാകും. അത് തന്നെയല്ല, ഇപ്പോൾ എല്ലാ ഹെയറും പെർമനൻറ്റ് ഹെയർ കളറെന്നും പറഞ്ഞാൽ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്കാൽപ്പിൽ നിന്ന് കിളിച്ച് വരുന്നതിന് മാത്രം കൊടുക്കേണ്ട കാര്യമുള്ളൂ. താഴോട്ട് ഗ്രേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 3 മാസം 3 മാസം വെച്ചാൽ 3 മാസത്തിന് അങ്ങോട്ട് പോകാം. 4 മാസം 5 മാസം 6 മാസം അങ്ങനെ മുന്നോട്ട് എടുത്തേ നമ്മൾ ചെയ്യാവൂ. ഇപ്പം 3 മാസം, ഇപ്പം നമ്മൾ ഹെയർ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം വരെ ചെയ്യരുത് ഹെയറിൽ. 3 മാസത്തിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ കളർ ഫുള്ള് കൊടുക്കാം. കറുപ്പോ അതല്ലെന്നുണ്ടെങ്കിൽ ബർഗണ്ടിയോ ഏതാണെങ്കിലും ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെയർ ഡാമേജ് ആകുന്നത് നമ്മൾ ഹെയർ കളർ ചെയ്ത് കഴിയുമ്പോൾ അധികം കാണുമല്ലോ, കുറച്ചു അധികം ഉള്ളതെടുത്ത് നമ്മുടെ ഹെയറിലോട്ട് അങ്ങ് തേക്കുമോ, ഇത് കളയണ്ട, എന്നാൽ പിന്നെ അതും കൂടെ എൻ്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരിക്കലും തേക്കരുത്. അതങ്ങ് കഴുകി കളഞ്ഞേക്കണം അധികം ഉള്ളത്. അല്ലെ ആവശ്യത്തിന് മാത്രമേ എടുക്കാവൂ. അധികം വരുന്നത് താഴോട്ടോ അല്ലെ ഹെയറിൽ ഈ ഒരു ഭാഗത്തോട്ടോ തേക്കരുത്. മിക്ക ആൾക്കാരുടെ ഈ ക്രൗൺ ഏരിയ ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് ആയിട്ടിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ തേച്ച് കഴിയുമ്പോൾ അധികം ഉള്ളതല്ല ഇവിടോട്ടങ്ങ് തേക്കും. അങ്ങനെ ഒരു കാരണവശാലും തേക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വാസലീനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസ് എന്തെങ്കിലും നമ്മൾ ഈ നെറ്റിയുടെ ഈ ഭാഗം ഫുള്ള് ചെവിയിൽ ഒക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമേ നമ്മൾ ഹെയർ കളർ യൂസ് ചെയ്യാവൂ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ ചെയ്യാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് നെറ്റിയുടെ ഈ ഭാഗത്തോട്ടൊന്നും കൂടുതൽ ടാൻ അടിക്കത്തില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഹെയർ അത് ഒന്ന് സ്മൂത്തനിങ്ങും കെരാറ്റിനും ഒക്കെ ചെയ്ത് നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ അത് ഞാൻ ആ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിൽ ചെറിയ വേവി ആയിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. കേൾസ് ഉണ്ട് ഹെയറിന്, തിക്നെസ്സും ഉള്ള ഹെയറാണ്, ഡ്രൈനെസ് ഉണ്ട് ഹെയറിന്. ഇത് നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ഉള്ള ലെങ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യണം, കെട്ടിയും വെക്കണം. ആ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹെയറിന് 6 മാസമൊക്കെ ആകുമ്പം റൂട്ട് ചെയ്യുന്ന സമയത്ത് കെരാറ്റിൻ വേണമെങ്കിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈനെസ് കൂടുതലുള്ള ഹെയറെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം പിന്നെ ഡ്രൈനെസ് കൂടുതലെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കെരാറ്റിൻ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഹെയർ പാക്ക് ആഴ്ചയിൽ 1 ദിവസമോ 2 ആഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ നമ്മുടെ ഹെയർ പാക്ക് ഇടണം. അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് 2 എണ്ണം എടുക്കാവൂ. അതുപോലെ എഗ് വൈറ്റ് ഒരു എഗ് വൈറ്റ് എടുക്കാം. പിന്നെ അലോവേര ജെല്ല് ആവശ്യത്തിന്. ഹെയർ എത്രയാണെന്ന് വെച്ചാൽ അത്രയും മിക്സ് ചെയ്ത് സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യാം. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം. ഇത് രണ്ടാമത്തെ ഹെയർ. ഈ ഹെയർ ഭയങ്കര ഡ്രൈനെസ് ഉള്ള ഹെയറാണ്. സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണാം, അങ്ങനെയുള്ളൊരു ടൈപ്പ് ഹെയർ കളറൊക്കെ ചെയ്ത് നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ഒരുപാട് ലെങ്ത് കുറച്ചില്ല, ആ ഉള്ള ലെങ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ കെട്ടിയും ഒക്കെ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഹെയറിൻ്റെ ഡ്രൈനെസ് കാരണമാണ് ഒരുപാട് കേൾസ് നമുക്ക് കിട്ടത്തില്ല, ചെറിയ വേവിയേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിനി 3-4 വാഷൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗം നല്ലൊരു കേൾസായിട്ട് കിട്ടും. എന്നുവെച്ചാൽ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഹെയർ നല്ല സ്ട്രെയിറ്റും എൻ്റെ ഭാഗത്തായിരിക്കും കേൾസായിട്ട് കിട്ടുന്നത്. ഇത് 3-ാമത്തെ ഹെയർ. കെരാറ്റീനും സ്മൂത്തനിങ്ങും ഒക്കെ പലത് ചെയ്താണ് ഹെയർ. പക്ഷേ നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു ടൈപ്പ് ഹെയർ ആയിട്ട് വന്നത്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മളിപ്പം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനാണ് ചെയ്തത്. അപ്പം നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് കിട്ടി. അപ്പം നല്ല അതൊരു ചെറിയ വേവി ആയിട്ട് ഇതിനകത്ത് നമ്മൾ ഫേസിന് ചേരുന്ന രീതി കട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അന്ന് നമ്മൾ ഇത് കുട്ടി പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും വാഷ് ചെയ്തത്. അന്നത്തെ ദിവസം ഈ കുട്ടിക്ക് പോകണമായിരുന്നു, അതുകൊണ്ട് നമ്മൾ അന്നേരം അയൺ കൊടുത്തിട്ട് വിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് ഈ കുട്ടി അയൺ ചെയ്ത് വാഷ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ ഹെയർ ആയത് നല്ല കേൾസുള്ള ഹെയർ ആയിട്ട് കിട്ടി. വാഷിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് കിട്ടി. ഇനി ഈ ഹെയർ നല്ലതായിട്ട് തന്നെ കിടക്കും. 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റീനും കൂടെ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലെത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.